കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ കണ്ടതാണ് സർവകലാശാലകളിലെ കാവ്യവൽക്കരണം എന്നാരോപിച്ച് വലിയ പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സാഹചര്യത്തിലേക്ക് വീണ്ടും കടക്കുന്നു, അല്ലെങ്കിൽ ആ കാഴ്ചകൾ തന്നെ വീണ്ടും കാണേണ്ടി വരും ഇനിയിപ്പോൾ വീണ്ടും വിദ്യാർത്ഥി സംഘടനകൾ ഒരുങ്ങി പുറപ്പെടുമ്പോൾ. തീർച്ചയായും അതിനുള്ളൊരു സാധ്യതയാണ് അമൃത കാണുന്നത്. കാരണം ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയൊക്കെയാണ് SFIയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധ മാർച്ച് അത് കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തുകയും കേരള സർവകലാശാലയിൽ ഗവർണറുടെയും ഒപ്പം തന്നെ വൈസ് ചാൻസലർ മോഹനൻ കുന്നമലിൻ്റെയും കോലം കത്തിക്കുന്ന നിലയിലേക്കുള്ള പ്രതിഷേധമായത് മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അവർ അവിടെ തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചാൽ അത് തടയുമെന്നാണ്. സ്വാഭാവികമായും വലിയ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ അത് സംഘർഷത്തിലേക്കൊക്കെ എത്തുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് ക്യാമ്പസുകളും സർവകലാശാലയും ഒക്കെ എത്തുന്ന കാഴ്ച കണ്ടത്. അതിന് സമാനമായി ഒരുപക്ഷെ നാളെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ കോളേജ് മാനേജ്മെന്റുകളോ പ്രിൻസിപ്പൽമാരോ ഒപ്പം തന്നെ അധ്യാപക സംഘടനകളോ മറ്റു തരത്തിൽ തീരുമാനിച്ചാൽ അത് തടയാൻ എതിർ വിഭാഗങ്ങൾ തയ്യാറാവുകയും ചെയ്യും. അതൊരു സംഘർഷത്തിലേക്ക് എത്താൻ തന്നെയുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് ഈ രാജ്ഭവനുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഇങ്ങനെയൊരു സർക്കുലർ അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്